ശബരിമല സന്നിധാനത്ത് ഭക്തജന പ്രവാഹം തിങ്കളാഴ്ച മുതൽ തുടർച്ചയായ എല്ലാ ദിവസവും 1,00,000-ഓളം ഭക്തരാണ് ദർശനം നടത്തുന്നത്. 92,041 ഭക്തർ ഇന്നലെ ദർശനം നടത്തി. തിരക്ക് വർദ്ധിക്കുന്ന മണിക്കൂറുകളിൽ മരക്കൂട്ടം മുതൽ തുടങ്ങുന്ന ക്യൂ നടപ്പന്തൽ വരെ നീളുകയാണ്. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, ഗുഡ് മോർണിംഗ്. എന്തായാലും ശബരിമലയിൽ ഭക്തജന തിരക്ക് അങ്ങനെ ഇടതടവില്ലാതെ തുടരുകയാണ്. ഇന്ന് രാവിലെ എന്താണ് അവിടുത്തെ അവസ്ഥ? എന്താണ് ശബരിമലയിലെ കാഴ്ചകൾ? തിരക്ക് നിയന്ത്രണ വിധേയമാണോ? എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് മിഥുൻ അധികൃതർ അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്? ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം അശ്വതി സ്വാമി ശരണം. മണ്ഡലകാലം തുടങ്ങിയപ്പോൾ മുതൽ അനുഭവപ്പെടുന്ന തിരക്ക് മണ്ഡലകാലം ഒരു ആദ്യത്തെ മാസം അവസാനിക്കാൻ പോകുന്ന ഒരു മാസത്തോടടുക്കുമ്പോഴും തിരക്കിൽ മാറ്റമില്ല എന്നുള്ളതാണ് സന്നിധാനത്ത് നിന്നുള്ള വിശേഷം. ഇന്ന് പുലർച്ചെ 3 മണിക്ക് നട തുറന്നപ്പോൾ മുതൽ അനുഭവപ്പെടുന്ന തിരക്കാണ് എനിക്ക് പിന്നിൽ ഫ്ലൈ ഓവറിൽ കാണുന്നത്. വലിയ തിരക്ക്. ഫ്ലൈ ഓവറും നടപ്പന്തലും ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞു. ഇന്ന് തിങ്കളാഴ്ച മുതൽ 1,00,000-ഓളം ഭക്തജനങ്ങൾ ദിവസവും ദർശനം നടത്തുന്നുണ്ട്. മരക്കൂട്ടം മുതൽ ക്യൂ ഉണ്ട്. തിരക്ക് കൂടുന്ന ഘട്ടങ്ങളിൽ വിവിധ ബാച്ചുകളായി തിരിച്ചുകൊണ്ട് മരക്കൂട്ടത്തിൽ നിന്നും ഘട്ടം ഘട്ടമായാണ് ഭക്തജനങ്ങളെ മുന്നോട്ട് നീക്കുന്നത്. ഇന്ന് പുലർച്ചെ 5 മണി വരെയുള്ള സമയത്ത് 17,000-ന് മുകളിൽ ഭക്തജനങ്ങൾ ദർശനം നടത്തി. കുഞ്ഞയ്യപ്പന്മാർ, മാളികപ്പുറങ്ങളൊക്കെ ധാരാളമായി എത്തുന്നുണ്ട്. അയൽ സംസ്ഥാന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ട്. ഇന്നലെയും കഴിഞ്ഞ 2 ദിവസമായി മലയാളികളെക്കാൾ കൂടുതൽ എന്ന് പറയാവുന്ന രീതിയിൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ എത്തുന്നുണ്ട്. പരമ്പരാഗത കാനന പാതയിലൂടെ, സത്രം പുൽമേട് പാതയിലൂടെ ധാരാളം ഭക്തജനങ്ങൾ ഈ ദിവസങ്ങളിൽ എത്തുന്നുണ്ട്. സത്രം പുൽമേട് പാതയിൽ വനംവകുപ്പ് പ്രത്യേക നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സത്രം പുൽമേട് പാതയിലൂടെ ഉച്ചയ്ക്ക് 12 മണി വരെയാണ് ഭക്തജനങ്ങളെ കടത്തിവിടുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഫ്ലൈ ഓവറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഫ്ലൈ ഓവർ ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ്. ഫ്ലൈ ഓവറിന്റെ 18-ാം പടി കയറുന്നത് മുതൽ ഫ്ലൈ ഓവർ മുഴുവൻ ഭാഗവും സോപാനം വരെയുള്ള ഭാഗവും ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. താഴെ നടപ്പന്തലിലും സമാനമായ കാഴ്ച തന്നെയാണ്. മരക്കൂട്ടം മുതൽ ക്യൂ ആരംഭിക്കുന്നുണ്ട്. ഇന്നലെ പകൽ സമയത്താണ് തിരക്കിൽ നേരിയ കുറവ് അനുഭവപ്പെട്ടത്. പക്ഷേ വൈകുന്നേരത്തോടു കൂടി വീണ്ടും തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. ഇന്നലെ വൈകിട്ട് 3 മണിക്ക് നട തുറന്നപ്പോൾ അനുഭവപ്പെട്ടു തുടങ്ങിയ തിരക്കാണ് ഇപ്പോഴും ഇതേ രീതിയിൽ തന്നെ നിലനിൽക്കുന്നത്. വലിയ തിരക്ക് എന്ന് പറയാവുന്ന സാഹചര്യം തന്നെയാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. നിലയ്ക്കൽ മുതലാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയമാകുന്നതിനനുസൃതമായാണ് നിലയ്ക്കലിൽ നിന്നും സ്പോട്ട് ബുക്കിംഗ് സൗകര്യം ക്രമീകരിച്ച് നൽകിക്കൊണ്ട് ഭക്തജനങ്ങളെ പമ്പയിലേക്ക് കടത്തിവിടുന്നത്. പിന്നെ പമ്പയിൽ നിന്നും മല കയറി വരുന്ന ഭക്തജനങ്ങൾക്ക് മരക്കൂട്ടം മുതൽ ക്യൂ നിൽക്കേണ്ട സാഹചര്യം. ബാരിക്കേഡിനുള്ളിൽ ക്യൂ കോംപ്ലക്സിനുള്ളിൽ ഭക്തജനങ്ങൾക്ക് വിവിധ ബാച്ചുകളായി മരക്കൂട്ടം മുതൽ കാത്തു നിൽക്കണം. പിന്നീട് ഘട്ടം ഘട്ടമായാണ് ഭക്തജനങ്ങളെ മരക്കൂട്ടത്തിൽ നിന്നും മുന്നോട്ട് നീക്കുന്നത്. മരക്കൂട്ടം മുതൽ നടപ്പന്തൽ വരെ അല്പം മണിക്കൂറുകൾ ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ട സാഹചര്യമുണ്ട്. മിനിറ്റിൽ 60 മുതൽ 70 ഭക്തജനങ്ങളെയാണ് 18-ാം പടി കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ഫ്ലൈ ഓവറും വലിയ കുറച്ച് സാവധാനമാണ് ക്യൂ മുന്നോട്ട് നീങ്ങുന്നത്. നിലവിൽ സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവലംബിച്ചതുപോലെ തന്നെ നിലയ്ക്കൽ മുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നു. നിലയ്ക്കലിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു. സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണാനുസൃതമാണ് എന്ന് ഉറപ്പാക്കിയതിനു ശേഷം നിലയ്ക്കലിൽ നിന്നും ഭക്തജനങ്ങളെ മുന്നോട്ട് നീക്കുകയും ചെയ്യുന്നു. ഇതാണ് സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടി ഇപ്പോഴും സുരക്ഷാ ഉദ്യോഗസ്ഥർ അവലംബിക്കുന്ന പ്രധാനപ്പെട്ട മാർഗം. ഒപ്പം തന്നെ 18-ാം പടി കയറ്റിവിടുന്ന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടാക്കാൻ നിലവിൽ അവിടെ ഡ്യൂട്ടിയിലുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നുണ്ട്. 60 മുതൽ 70 വരെ ഭക്തജനങ്ങളെ നിലവിൽ 18-ാം പടി കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നു. 80 മുതൽ 90 വരെ ഭക്തജനങ്ങളെ പരമാവധി മിനിറ്റിൽ 18-ാം പടി കയറ്റിവിടുന്നതിനുള്ള ശ്രമമാണ് ഈ ദിവസങ്ങളിൽ നടക്കുന്നത്. പക്ഷേ അതിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. താഴെ നടപ്പന്തലടക്കം തിരക്ക് നിയന്ത്രണ വിധേയമാക്കണമെങ്കിൽ ഈ 80 മുതൽ 90 വരെ ഭക്തജനങ്ങളെ മിനിറ്റിൽ 18-ാം പടി കയറ്റിവിടണം. ദർശനം പൂർത്തിയാക്കി സന്നിധാനത്ത് വിവിധ ഭാഗങ്ങളിൽ തമ്പടിച്ചിരിക്കുന്ന ഭക്തജനങ്ങളുണ്ട്. പ്രത്യേകിച്ച് അയൽ സംസ്ഥാന ഭക്തജനങ്ങൾ. ഇവരെ ദർശനം പൂർത്തിയാക്കിയ ഉടൻ സന്നിധാനത്തേക്ക് നിന്നും പമ്പയിലേക്ക് തിരികെ മല ഇറക്കുന്നതിനുള്ള ശ്രമങ്ങളും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ട്. ഇതും ഈ സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടി മറ്റൊരു പ്രധാനപ്പെട്ട ശബരിമല സന്നിധാനത്ത് ഭക്തജന പ്രവാഹം തുടരുകയാണ്. ഇന്നലെ മാത്രം 94,000-ലധികം ഭക്തരാണ് ദർശനം നടത്തിയത്.